നമസ്കാരം. ചാനൽ 91 ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇരുമ്പനത്ത് ലോറിയും ബസും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. അപകടത്തെ തുടർന്ന് വൻ ഗതാഗത തടസ്സവും ഉണ്ടായി. അപകടത്തിൽ ലോറിക്കുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. വാഹനത്തിന്റെ ക്യാബിൻ പൊളിച്ചാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്. റോഡിലേക്ക് പെട്ടെന്ന് പ്രവേശിച്ച ഓട്ടോറിക്ഷയിൽ ഇടിക്കാതിരിക്കുവാനുള്ള ശ്രമത്തിലാണ് വാഹനങ്ങൾ കൂട്ടിയിടിച്ചത്. ഓട്ടോ ഡ്രൈവർക്കും പരിക്കേറ്റു. പൾസ് ഓഫ് തൃപ്പൂണിത്തുറയുടെ ആഭിമുഖ്യത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ജീവിതമാകട്ടെ ലഹരി എന്ന ആശയവുമായി ഇന്ന് തൃപ്പൂണിത്തുറയിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും. പൾസ് ഓഫ് തൃപ്പൂണിത്തുറ, തൃപ്പൂണിത്തുറ നഗരസഭ, എക്സൈസ്, പോലീസ് തുടങ്ങി 60 സംഘടനകളുടെ സഹകരണത്തോടെയാണ് കൂട്ടായ്മ. ഇന്ന് വൈകിട്ട് 3 മണിക്ക് ലായം കൂത്തമ്പലത്തിൽ നടക്കുന്ന പരിപാടിയിൽ സംഘടനകളെ പ്രതിനിധീകരിച്ച് നിരവധി പേർ പങ്കെടുക്കും. തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ പരീക്ഷിത് മെമ്മോറിയൽ ലെക്ചർ നടന്നു. ഡോക്ടർ കെ.ജി. പൗലോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി.ടി. അരവിന്ദകുമാർ നിർവഹിച്ചു. ആധുനിക ശാസ്ത്രവും അദ്വൈതവും എന്ന വിഷയത്തിൽ സി. രാധാകൃഷ്ണൻ സ്മാരക പ്രഭാഷണം നിർവഹിച്ചു. ഡോക്ടർ കെ. മുത്തുലക്ഷ്മി, ഡോക്ടർ കെ.ഡി. ശോഭ, രമ സന്തോഷ്, ഡോക്ടർ കെ.ജി. രാമദാസൻ, ഡോക്ടർ സരിത മഹേശ്വരൻ, വിജയലക്ഷ്മി, ജിജി വി എന്നിവർ സംസാരിച്ചു. രാജനഗരത്തിന് കലയുടെ മഴവിൽ ശോഭ സമ്മാനിച്ച നാട്യോത്സവത്തിന് തൃപ്പൂണിത്തുറയിൽ സമാപനം. സംസ്കൃത പണ്ഡിതനും കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ കെ.ജി. പൗലോസിന്റെയും ഭാര്യ സംസ്കൃത കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ടി.കെ. സരളയുടെയും 80ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ശിഷ്യരും സഹപ്രവർത്തകരും ചേർന്ന് രൂപീകരിച്ച ഗുരുവന്ദനം ട്രസ്റ്റും സംസ്കൃത കോളേജ്, കൂടിയാട്ട കേന്ദ്രം, കഥകളി കേന്ദ്രം, RLB കോളേജ് എന്നിവയും സംയുക്തമായി സംഘടിപ്പിച്ച നാട്യോത്സവം സമാപിച്ചു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി. അനന്തകൃഷ്ണനാണ് നാട്യോത്സവം ഉദ്ഘാടനം ചെയ്തത്. സമാപന സമ്മേളനം മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇതിനോടനുബന്ധിച്ച് നടന്ന സംവാദത്തിൽ പാരമ്പര്യത്തിലെ വിമതസ്വരങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ M.V. നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് സംസ്കൃത നാടകങ്ങളും നടന്നു. ഔദ്യോഗിക ഭാഷ ജില്ലാതല ഏകോപന സമിതി ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റ് വിനോദ് രാജിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാരും സർക്കാർ സംവിധാനങ്ങളും നിലകൊള്ളുന്നത്. ഇതിനാൽ ആശയവിനിമയം അവരുടെ ഭാഷയിൽ നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ADM പറഞ്ഞു. സർക്കാർ അനുവദിച്ചിട്ടുള്ള സാഹചര്യങ്ങളിൽ കത്തിടപാടുകൾ ഒഴികെ എല്ലാവിധ ആശയവിനിമയങ്ങളും മലയാളത്തിൽ എഴുതുവാൻ എല്ലാ വകുപ്പുകളും ശ്രദ്ധിക്കണമെന്നും ADM നിർദ്ദേശിച്ചു. യോഗത്തിൽ ഔദ്യോഗിക ഭാഷാ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി P. രജി, കുസൂർ സിരസ്ദാർ, അനിൽകുമാർ മേനോൻ, ഔദ്യോഗിക ഭാഷാ വകുപ്പ് സെഷൻ ഓഫീസർ N. വിനോദ് കുമാർ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇതോടെ ചാനൽ 91 ന്യൂസ് അപ്ഡേറ്റ് സമാപിച്ചു. നന്ദി, നമസ്കാരം.